നമസ്കാരം. രാജ്യത്ത് നടന്ന പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെയുള്ള അതിക്രൂരമായ പ്രതികാര നടപടികൾ വിട്ടുവീഴ്ചയില്ലാതെ തുടരുമെന്ന പ്രഖ്യാപനവുമായി ഇറാന്റെ ഇസ്ലാമിക് ഭരണകൂടം. ജനുവരിയിൽ നടന്ന സർക്കാർ വിരുദ്ധ ജനകീയ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത 2 യുവാക്കളെ കൂടി ഇറാൻ ഭരണകൂടം ജനമധ്യത്തിൽ പരസ്യമായി തൂക്കിലേറ്റി. അബുൽ ഫസൽ സിപ്പാഹി, അമീർ ഹുസൈൽ സഫാരി എന്നീ യുവാക്കളുടെ വധശിക്ഷയാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഇസ്ഫഹാനിലെ പബ്ലിക് സ്ക്വയറിൽ നടപ്പിലാക്കിയത്. നഗരമധ്യത്തിലെ അലിഖാനി സ്ക്വയറിൽ ക്രെയിനുകളും പ്രത്യേക താൽക്കാലിക മരച്ചട്ടക്കൂടുകളും നിർമ്മിച്ചാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. സംഭവം നടക്കുമ്പോൾ വൻ ജനക്കൂട്ടമാണ് ചത്തുരത്തിൽ തടിച്ചുകൂടിയത്. വധശിക്ഷ നടപ്പിലാക്കുന്ന സമയത്ത് പ്രദേശത്ത് കനത്ത പ്രതിഷേധമുയർന്നതായും ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരെന്ന് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചതായും സുരക്ഷാസേന പ്രതിഷേധക്കാർക്ക് നേരെ ലാത്തിച്ചാർജ് നടത്തുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു. ജനുവരി 8-ന് ഇസ്ഫഹാനിൽ നടന്ന പ്രതിഷേധത്തിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചു, തീവെച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു, പൊതുമുതൽ നശിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ജുഡീഷ്യറിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ മീസാൻ ഓൺലൈൻ വധശിക്ഷ സ്ഥിരീകരിച്ചത്. കൂടാതെ ദൈവത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കൽ, ഭൂമിയിലെ അഴിമതിയും കലാപശ്രമവും എന്നീ കുറ്റങ്ങളും ഇവർക്കുമേൽ ചുമത്തിയിരുന്നു. അലിഖാനി സ്ക്വയർ കേസും കനക്കുന്ന വധശിക്ഷകളുമാണ് എന്തായാലും ഇപ്പോൾ ഇറാനിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ജനുവരിയിലെ വിപ്ലവാത്മക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അലിഖാനി സ്ക്വയർ കേസ് എന്ന പേരിൽ 12 യുവാക്കൾക്കെതിരെയാണ് ഇറാൻ വിപ്ലവ കോടതി വധശിക്ഷ വിധിച്ചത്. ഇതിൽ 2 പേരായ ഗോൽ മുഹമ്മദ് മുഹമ്മദി, ഇർഫാൻ എസന്തിയാരി എന്നിവരെ ജൂലൈ 19-ന് തൂക്കിലേറ്റിയിരുന്നു. ചൊവ്വാഴ്ച നടപ്പിലാക്കിയ 2 വധശിക്ഷകളോടെ ഈ കേസിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 4 ഉയർന്നതായി ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു. ഇനി 8 യുവാക്കൾ കൂടി മരണശിക്ഷയ്ക്ക് തൊട്ടരികെ തുടരുകയാണ്. സംഭവത്തിന് തൊട്ടുമുൻപ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിദഗ്ധനായ മൈ സാറ്റോയുടെ നേതൃത്വത്തിലുള്ള സംഘം ബാക്കിയുള്ള 10 പ്രതികളുടെയും വധശിക്ഷ അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് ഇറാനോട് ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചിരുന്നു. അടച്ചിട്ട മുറിയിൽ പ്രതികൾക്ക് ന്യായമായ വിചാരണയോ അഭിഭാഷക സുരക്ഷയോ നൽകാതെയാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോയതെന്ന് UN കമ്മീഷൻ ആരോപിച്ചിരുന്നു. അറസ്റ്റിലാവുമ്പോൾ വെറും 18 വയസ്സ് മാത്രം തികഞ്ഞ ഷെർവീം ബഗേറിയൻ ജബേലി എന്ന കൗമാരക്കാരനും നിലവിൽ മരണശിക്ഷ കാത്തു കഴിയുന്നവരുടെ കൂട്ടത്തിലുണ്ട്. അറസ്റ്റ് ചെയ്ത ദിവസങ്ങൾക്കകം ഭീഷണിയിലൂടെയും ക്രൂരപീഡനങ്ങളിലൂടെയും എടുത്ത കുറ്റസമ്മത മൊഴികൾ ടെലിവിഷൻ ചാനലിലൂടെ സംപ്രേഷണം ചെയ്ത ശേഷമാണ് കോടതി ശിക്ഷ വിധിച്ചതെന്ന് UN വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. വിലക്കയറ്റത്തിനെതിരെ തുടങ്ങിയ ജനകീയ പ്രക്ഷോഭം ജനുവരി 8, 9 തീയതികളിൽ ഉച്ചസ്ഥായിലെത്തുകയും ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടമായി മാറുകയുമായിരുന്നു. തുടർന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് സുരക്ഷാ സേന നടത്തിയ വെടിവയ്പിലും അടിച്ചമർത്തലുകളിലും 5000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കുന്നു. എന്നാൽ അമേരിക്കയും ഇസ്രയേലും സ്പോൺസർ ചെയ്ത ഭീകരവാദികളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഇറാൻ ഔദ്യോഗികമായി ആരോപിച്ചു. തുടർന്ന് ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ഇറാനുമേൽ സംയുക്ത വ്യോമാക്രമണം നടത്തുകയും മേഖല യുദ്ധത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. വിദേശ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തരമായി ശക്തമായ നോട്ടീസ് അയച്ച ഇറാൻ ഭരണകൂടം ആയിരക്കണക്കിന് പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്യുകയും വിചാരണ നടത്തുകയും ചെയ്തു വരികയാണ്.